ഇപ്പോഴിതാ അർജുൻ നായങ്കിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന ദൃശ്യങ്ങളാണ്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുന്നത്. ഇന്ന് അവധി ദിവസമായതിനാൽ കോടതിയിലല്ല, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ നായങ്കിയുമായി പോലീസ് സംഘം കൂത്തുപറമ്പിലേക്ക് തിരിച്ചിരിക്കുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഇതാ അർജുൻ നായങ്കിയുമായി പോലീസ് വാഹനം മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും ഇവിടെ നിന്നും? സ്മൃതി, ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഈ പറയുന്ന വാഹനം കൂത്തുപറമ്പിലേക്ക് എത്താൻ എടുക്കുമെന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ കണ്ണൂർ മജിസ്ട്രേറ്റ് അവധിയായതുകൊണ്ടാണ് അർജുൻ നായങ്കിയുമായി കൂത്തുപറമ്പ് കോടതിയിൽ അല്ലെങ്കിൽ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്തായാലും അരമണിക്കൂറിലധികം സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന പോലീസ് സംഘം മൊഴിയെടുപ്പും അതുപോലെ തന്നെ പ്രാഥമികമായി അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി അതിൻ്റെ കസ്റ്റഡി റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയതിനു ശേഷമാണ് ഈ പറയുന്ന കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് മുന്നിലേക്ക് പോയിട്ടുള്ളത്. ഊന്നുകൽ പോലീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഊന്നുകൽ SHO ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഊന്നുകലിലാണ് ഈ കേസിൻ്റെ ഏറ്റവും തുടക്കമെന്ന് പറയുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അതിലെ അന്വേഷണം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തി അതിനകത്ത് അവർക്ക് കസ്റ്റഡിയിൽ ആവശ്യമാണ് എന്നുള്ള കാര്യം കോടതിയെ ധരിപ്പിക്കുകയും അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളുമൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഊന്നുകൽ പോലീസും ഈ പറയുന്ന അർജുൻ നായങ്കിയെ കൊണ്ടുപോയിട്ടുള്ള വാഹനത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അവരും ഈ കാര്യങ്ങൾ അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂറിനകം തന്നെ അല്ലെങ്കിൽ അരമണിക്കൂറോളം സമയം എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എടുക്കും. കണ്ണൂർ മജിസ്ട്രേറ്റ് മുന്നിലാണ് സ്വാഭാവികമായും ഹാജരാക്കേണ്ടിയിരുന്നത്. പക്ഷേ കണ്ണൂർ മജിസ്ട്രേറ്റ് നിലവിൽ ഇന്ന് സ്ഥലത്തില്ല, അല്ലെങ്കിൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹാജരാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് സൈബർ ക്രൈമാണ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കേസ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അടക്കം അവഹേളിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അർജുൻ നായങ്കിക്കെതിരെ കണ്ണൂരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് ഇപ്പോൾ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഊന്നുകൽ പോലീസിൽ നേരത്തെ കോതമംഗലം SHOയുടെ അപഹേളിച്ചുവെന്നും അവരെ വെല്ലുവിളിച്ചുവെന്നും അവരെ മാനഹാനി ഉണ്ടാക്കുമെന്ന തരത്തിലൊക്കെ വെല്ലുവിളി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലും സമാന്തരമായി തന്നെ പോലീസിന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഊന്നുകൽ പോലീസ് ഇന്നിപ്പോൾ അർജുൻ നായങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഒരുപക്ഷെ അത് കോടതിയുടെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ തീരുമാനമാണ്. കസ്റ്റഡിയിൽ നൽകണമോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ഈ കാര്യങ്ങൾ, അതായത് ഊന്നുകലിലും ഇങ്ങനെ ഒരു കേസുണ്ട് അർജുൻ നായങ്കിക്ക് എന്നുള്ള കാര്യം ഈ പറയുന്ന ഊന്നുകൽ പോലീസ് അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ബോധിപ്പിക്കും. അതിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് ഏത് തരത്തിലായിരിക്കും അന്വേഷണം കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. സ്മൃതി, ശരി. അർജുൻ നായങ്കിയുമായുള്ള വാഹനം ഇപ്പോൾ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആ വാഹനത്തിന് പിറകിൽ AK അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു വാഹനം? കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്താൻ ഇനി എത്ര സമയം? സ്മൃതി, ഏതാണ്ട് 20 മിനിറ്റെങ്കിലും വേണ്ടിവരും കൂത്തുപറമ്പിലേക്ക് എത്താനെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തലശ്ശേരി റോഡിലേക്ക്, അതായത് കണ്ണൂർ ടൗൺ പിന്നിടുന്നു, തലശ്ശേരി റോഡിലേക്ക് പോലീസ് കയറിയിട്ടുണ്ട്. 3 വാഹനങ്ങളിലായിട്ടാണ് ഇപ്പോൾ പോലീസ് സംഘം അർജുൻ നായങ്കിയെ കൊണ്ടുപോകുന്നത്. അതിൽ ഊന്നുകൽ പോലീസിന്റെ ഒരു ജീപ്പ് കൂടി പിന്നിൽ ഓടുന്നുണ്ട്. കാരണം ഊന്നുകൽ പോലീസ് ആയിരിക്കും കോടതിയിൽ തങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുക. ഏതായാലും ഇപ്പോൾ സൈബർ ക്രൈം ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത്. കോടതിയിൽ ഇവിടെ വലിയ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നുള്ള നിലയിലല്ല ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. IT വകുപ്പിലെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ഇവിടെ ചുമത്തിയിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കുറ്റങ്ങളൊക്കെ എറണാകുളം പോലീസാണ് ചുമത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. അതിന്റെ ആവശ്യത്തിലാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് ഇവിടേക്ക് എത്തുകയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കണ്ണൂർ പോലീസ് തന്നെ ആവശ്യപ്പെടും ജാമ്യം നൽകരുത്, അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട
ചെയ്യേണ്ടതുണ്ട് എന്നടക്കമുള്ള ആവശ്യങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി നടപടികൾ. അതിന് പിന്നാലെ തന്നെ ഊന്നുങ്ങൽ പോലീസും തങ്ങളും ഇത്തരത്തിലുള്ള കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യവും അവിടെ ഉന്നയിക്കും. ഏതായാലും കണ്ണൂർ കോടതിയിൽ ഇന്ന് അവധിയായിരിക്കുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. അവിടെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ഏതാണ്ട് 20 മിനിറ്റെങ്കിലും വേണ്ടിവരും അവിടേക്ക് എത്താൻ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈബർ പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തെത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് കേസുകളിൽ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുകയുണ്ട്. ഏതായാലും എറണാകുളം പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇനി കണ്ണൂരിലേക്ക് തിരികെ കൊണ്ടുവരികയും അവിടെ അതോടൊപ്പം തന്നെ മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഈ വാർത്തയിലേക്ക് അർജുൻ നായകിയുമായി അന്വേഷണ സംഘം, പോലീസ് സംഘം ഇപ്പോൾ കോടതി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇടവേള.